നമസ്കാരം. നമ്മളിന്ന് ഹരിപ്പാട് നിന്നും മണ്ണാറശാല നാഗരാജ ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയാണ്. ഹരിപ്പാട് നിന്നും എല്ലാ സമയത്തും നമുക്ക് ബസ് സർവീസ് അവൈലബിൾ അല്ല ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു. അതിനാൽ ബസ് സർവീസ് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്താണ് നമ്മൾ ഹരിപ്പാട് നിന്നും ദൂരം ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണ്ണാറശാല ക്ഷേത്രം. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ നാഗരാജ ക്ഷേത്രങ്ങളിൽ അതിപ്രശസ്തമാണ് മണ്ണാറശാല. മണ്ണാറശാലയുടെ ഐതിഹ്യത്തിൽ മുൻപ് മണ്ണാറശാലയുടെ പേര് മന്ദാരശാല എന്നായിരുന്നു. മണ്ണാറശാലയുടെ ഐതിഹ്യം പരശുരാമനും കേരളോൽപ്പത്തിയുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ത്രേതായുഗത്തിൽ ക്ഷത്രിയ നിഗ്രഹ പരിഹാരാർത്ഥം പരശുരാമൻ മഴയെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന കേരള നാട്ടിൽ ആദ്യകാലത്ത് സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പിൻ്റെ ലവണാംശം കൂടുതൽ ആയതിനാൽ ജനവാസം അസാധ്യമായതിനാൽ മഹാദേവനെ തപസ് ചെയ്ത് പരശുരാമൻ ജനവാസം സാധ്യമാകാനുള്ള പരിഹാരം കാണിച്ചു കൊടുക്കാൻ അപേക്ഷിച്ചു. മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ നാഗരാജാവായ വാസുകിയെ തപസ് ചെയ്ത് തൻ്റെ ആവശ്യം അറിയിച്ചു. നാഗരാജാവ് സർപ്പഗണങ്ങളോട് ഒന്നിച്ചു വന്ന് വിഷജ്വാലകൾ കൊണ്ട് ഭൂമിയിലെ ലവണാംശമില്ലാതാക്കി ഭൂമിയെ വാസയോഗ്യമാക്കി. അതോടെ ഈ ഭൂമിയിലെ വൃക്ഷലതാദികൾ തഴച്ചു വളരുവാൻ തുടങ്ങി. ഈ ഭൂമിയുടെ രക്ഷക്കായി പരശുരാമൻ്റെ ആവശ്യപ്രകാരം നാഗരാജാവിൻ്റെ നിത്യസാന്നിധ്യം മന്ദാരത്തരുക്കളാൽ നിബിഡമായ മന്ദാരശാല എന്ന ഈ പ്രദേശത്ത് നാഗരാജാവ് തിരഞ്ഞെടുത്തു. നാഗരാജാവിൻ്റെ ആരാധനയ്ക്കായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും നിയോഗിച്ചു. ഈ സ്ഥലം മന്ദാരശാല എന്ന് അറിയപ്പെട്ടു. അപ്പം നമ്മൾ പോണ വഴിയിൽ നമുക്ക് മറ്റൊരു ക്ഷേത്രം കൂടി കാണാം. വലിയൊരു ക്ഷേത്രമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലൂടെയാണ് നമ്മൾ മണ്ണാറശാലയ്ക്ക് പോകുന്നത്. അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ പിൻതലമുറക്കാരായ വാസുദേവനും അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീദേവിക്കും കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന കാലത്താണ് അഗ്നിദേവൻ്റെ ആഗ്രഹപ്രകാരം കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഗാണ്ഡവവനത്തെ ദഹിപ്പിച്ചു നാഗങ്ങളെ ഒന്നടങ്കം കൊന്നു നശിപ്പിക്കുന്ന സംഭവം അരങ്ങേറിയത്. ഈ സമയം ബ്രാഹ്മണനും ഭാര്യയും ചേർന്ന് ആളിപ്പടരുന്ന തീയിൽ വെള്ളം കോരിയൊഴിച്ചുകൊണ്ട് തങ്ങളുടെ മന്ദാരശാലയെ പൂർണ്ണമായും അഗ്നി പടർന്നു പിടിക്കാതെ മണ്ണിനെ ജലത്താൽ ആറിച്ചുകൊണ്ട് തീക്കെടുത്തി. കാട്ടുതീയിൽപ്പെട്ട് പൊള്ളലേറ്റ നാഗങ്ങളെ ശരിയാവിധം ശുശ്രൂഷിച്ചു രക്ഷിക്കുകയും ചെയ്തു. അഗ്നി ബാധിക്കാത്ത ആറിയ മണ്ണോടുകൂടിയ അവിടം പിന്നീട് മണ്ണാറശാല എന്ന് അറിയപ്പെട്ടു. സർപ്പങ്ങളോട് കാട്ടിയ ദയാദാക്ഷിണ്യത്തിന് പ്രത്യുപകാരമായി നാഗരാജാവ് സ്വപ്നദർശനം നൽകി. താൻ ആ അമ്മയുടെ മകനായി ഉടൻ ജനിക്കുമെന്നും ആ അമ്മയുടെ ദുഃഖം അകറ്റുമെന്നും പറഞ്ഞു അവരെ അനുഗ്രഹിച്ചു. തുടർന്ന് ഗർഭവതിയായ ശ്രീദേവി അന്തർജനം ഇരട്ട പ്രസവിച്ചു. 2 കുട്ടികളുടെ അമ്മയായി. ഒരു ശിശു മനുഷ്യരൂപിയും മറ്റേത് പഞ്ചമുഖനായ നാഗവുമായിരുന്നു. ഇരുവരും ഒരുമിച്ച് തന്നെ കളിച്ചു വളർന്നു. എന്നാൽ നാഗപാലൻ്റെ രൂപം ആ കുടുംബത്തിലെ പരിവാരങ്ങൾക്ക് ഭീതി ഉളവാക്കുന്നതായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ നാഗപാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ചു ധ്യാനസ്ഥനായി നിലകൊണ്ടു. തൻ്റെ അരുമ മകനിൽ സംഭവിച്ച ഈ മാറ്റം കണ്ട് അമ്മ അത്യധികം വേദനയോടെ തൻ്റെ മകനൊപ്പം നിലവറയിൽ തന്നെ കഴിഞ്ഞു. നാഗരാജാവ് വാസുകി രൂപത്തിൽ ആ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് താൻ ഈ നിലവറയിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് തന്നെ കാണാമെന്നും തനിക്കുള്ള ഭക്ഷണോപചാരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതിയെന്നും ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമ്മയെ നിലവറയിൽ നിന്ന് യാത്രയാക്കി. വാസുകി സ്വരൂപനായ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ നിദ്രയിൽ കുടികൊണ്ട് കഴിയുന്നു എന്നാണ് വിശ്വാസം. മകൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി മകൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുന്നു. നിലവറയിലെ പൂജയ്ക്കുള്ള അധികാരം ആ കുടുംബത്തിലെ അമ്മയിൽ മാത്രം നിക്ഷിപ്തമാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്മ നേരിട്ട് പൂജകൾ ചെയ്യൂ. പകൽ പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പതിവുള്ളൂ. സന്ധ്യയായാൽ വിളക്ക് കത്തിക്കുന്ന പതിവ് മാത്രമാണ് ഇവിടെയുള്ളത്. സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് സംശയലേശമെന്നെ ഭക്തിപൂർവ്വം ഉരുളി കമഴ്ത്തി വഴിപാട് ചെയ്താൽ ഫലം നിശ്ചയം തന്നെയെന്നാണ് വിശ്വാസം. ക്ഷേത്രപ്രവേശന കവാടത്തിന് തൊട്ടടുത്ത ഇതിന് നമുക്ക് പാർക്കിംഗ് ഏരിയ കാണാം. ക്ഷേത്രപ്രവേശന കവാടം കഴിഞ്ഞ് ഏകദേശം ഒരു 400 മീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് വരണം. ഇടതൂർന്ന കാവിൻ നടുവിലായിട്ടുള്ള ക്ഷേത്രം. പ്രത്യേക ഭംഗിയായിരുന്നു അത് കാണുവാൻ. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ എത്തിയ സമയത്ത്.
ക്ഷേത്രത്തിന് സമീപത്തായി തന്നെ മുൻവശത്ത് നമുക്കൊരു കുളവും തൊട്ടടുത്തായിട്ട് വഴിപാട് കൗണ്ടറുകളെല്ലാം കാണാം. ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് സർപ്പബലിയും നൂറുംപാലും അപ്പം പായസം അങ്ങനെ ഒരു നീണ്ട വഴിപാടിൻ്റെ ലിസ്റ്റ് തന്നെ നമുക്കിതിന് മുൻവശത്ത് കാണാം. നമ്മളിവിടുത്തെ അപ്പവും അരവണയെല്ലാം കഴിച്ചു. അപ്പം നമുക്ക് കൗണ്ടറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പ്രത്യേക രുചിയായിരുന്നു ആ ഒരു അപ്പത്തിന്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. Pebbles Malayalam.